പുരോഗമനപരമായ പല ആശയങ്ങൾക്കും നേരെ ആദ്യം മുഖം തിരിക്കുന്നൊരു പ്രവണതയാണ് മലയാളികൾക്കുള്ളത്. ഒരുപക്ഷെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ പലരും മുഖം ചുളിച്ചിരുന്നു. എന്നാൽ അത് ഇക്കാലത്ത് ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്തെ അധികായനായ നമ്മുടെ സുഹൃത്താണ് അശോക് ബാബു. സ്വാഗതം ഗസ്റ്റ് ടൈമിലേക്ക്. താങ്ക് യു. യെസ്, താങ്ക് യു. നമസ്കാരം. നമസ്കാരം. എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ള രംഗത്തേക്ക് എത്തുന്നതിന് മുമ്പ് ശരിക്കും ഒരു എഞ്ചിനീയറാണ് അല്ലേ? അതെ. മാത്രമല്ല പല രാജ്യങ്ങളിലും ഓയിൽ കമ്പനികളിൽ വർക്ക് ചെയ്തു. എനിക്കൊന്ന് റിലയൻസിലും ഒക്കെ വളരെ സജീവമായ പല ടീമുകളെയും ഹെഡ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ ഒരുപാട് അനുഭവങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ ആർജിച്ചിരിക്കും അല്ലേ? എങ്ങനെയാണ് ആദ്യത്തെ കരിയർ സ്വീകരിച്ചത്? കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി കേരളത്തിലെ പഠനശേഷം ഞാൻ നേരെ പോണത് ഗുജറാത്തിലേക്കായിരുന്നു. ഓക്കെ. ഗുജറാത്തിൽ ONGCയുടെ ഒരു പ്ലാന്റിൻ്റെ ഓപ്പറേഷൻ എഞ്ചിനീയറായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അതിനുശേഷം ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷം പിന്നെ എൻ്റെ യാത്ര വളരെ സ്പീഡായിരുന്നു. കാരണം ഒരു ചുരുങ്ങിയ 6-7 മാസം കൊണ്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് ഗൾഫ് അസൈൻമെൻറ്റ് എനിക്ക് കിട്ടുകയുണ്ടായി. ഞാൻ ഖത്തർ പെട്രോളിയം എന്ന് പറയുന്ന കമ്പനിയിലെ ഒരു ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് ജോലി കിട്ടി. ഓക്കെ. അതിനുശേഷം സത്യം പറഞ്ഞാൽ ഞാൻ കേരളത്തിലേക്ക് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല എന്നുള്ളതാണ്. ബിക്കോസ് നെക്സ്റ്റ് സിറിയയിൽ പോയി. ഐ വർക്ക്ഡ് അറൗണ്ട് 2 years ഇൻ സിറിയ. അത് കഴിഞ്ഞ് ഞാൻ സിംഗപ്പൂരിലുണ്ടായിരുന്നു. സിംഗപ്പൂരിൽ നിന്ന് ഞാൻ പിന്നെ ഡയറക്റ്റ് പോകുന്നത് വെസ്റ്റ് ആഫ്രിക്കയിലെ ഇക്വറ്റോറിയൽ ഗിനി എന്ന് പറയുന്ന ഒരു കൺട്രിയിലാണ്. ഓക്കെ. അപ്പോൾ എൻ്റെ മെജോറിറ്റി ഓഫ് ദ അസൈൻമെൻറ്റ്സ് ബിലോങ്സ് ടു ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് ജോയിൻറ്റ് വെഞ്ചേഴ്സ്. അപ്പോൾ അതിലെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലീഗൽ കംപ്ലയിൻസും പിന്നെ ഫിനാൻഷ്യൽ മാറ്റേഴ്സും ആ കൺട്രിയിലുള്ള സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് പ്രോജക്റ്റുകളിലാണ് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ആ രാജ്യത്തിന് തന്നെ സാമ്പത്തിക സ്ഥിരത ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഏരിയ. ആൻഡ് വി യൂസ് ടു ട്രെയിൻ ദാറ്റ് കൺട്രി പീപ്പിൾ ഫോർ ദെയർ ഡെവലപ്മെൻറ്റ്. ടെക്നിക്കൽ സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ ഇപ്പോൾ നോക്കുന്നത് ടെക്നിക്കൽ സ്കിൽ ഡെവലപ്മെൻ്റ് അല്ലേ? ഇത് എല്ലാ രാജ്യത്തുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ അവിടുത്തെ നാഷണാലിറ്റിക്ക് വേണ്ടിയിട്ട് വി യൂസ് ടു ലേൺ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഫോർ ദം. അവർക്ക് വേണ്ടി നമ്മൾ ഡിഫറെൻറ്റ് ലാംഗ്വേജ്, അവരുടെ ലാംഗ്വേജ് നമ്മൾ മനസ്സിലാക്കി അവരെ പഠിപ്പിച്ചു കൊടുക്കും. ഓക്കെ. ഓക്കെ. അങ്ങനെയൊക്കെയുള്ള പ്രോജക്റ്റുകൾ. പിന്നെ ഈ പ്രോജക്റ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ബിയോണ്ട് ഇമാജിനേഷൻ. 10,000 കോടി 6,000 കോടി രൂപയുടെയൊക്കെ പ്രോജക്ട്സ് ആയത്. ഓക്കെ. ഇതിലൊക്കെ നമ്മളൊക്കെ പ്രൊജക്റ്റിൻ്റെ ഓപ്പറേഷൻ ഹെഡ് എന്നുള്ള പോസ്റ്റിലായിരുന്നു ഞാൻ ലാസ്റ്റ് ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഒരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് ഡിസാസ്റ്റർ. അപ്പോൾ അത്രയും റിസ്ക്കും പിന്നെ റെസ്പോൺസിബിലിറ്റിയും ആൾക്കാരോട് കമ്മിറ്റ്മെൻറ്റും ആ കൺട്രിയും പ്ലസ് എൻവയോൺമെൻറ്റ്. കാരണം ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻവയോൺമെൻറ്റൽ ഹസാർഡ്. ഈ സാധനം പുറത്ത് പോയി കഴിഞ്ഞാൽ എല്ലാം പോയി. യു മസ്റ്റ് ബി നോയിങ് അബൌട്ട് BP ഡിസാസ്റ്റർ ആൻഡ് ഓൾ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളും സേഫ്റ്റി ആണെങ്കിലും ഓപ്പറേഷൻസ് ആണെങ്കിലും നമ്മുടെ ഹെൽത്ത് ആണെങ്കിലും എല്ലാം വളരെ പക്ക മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു 100% ഡെഡിക്കേറ്റഡ് ആൻഡ് കമ്മിറ്റ്മെൻ്റ് ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയാണത്. ഞാൻ ശരിക്കും പറഞ്ഞ് വായിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് അണ്ടർ സീ പിന്നെ മൈനിങ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്. അങ്ങനെയല്ല, അത് ദാറ്റ് ഈസ് എൻ്റയർലി ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഡൈവിംഗ് ഈസ് എ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ. ഓക്കെ. നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർ ഡൈവ് ചെയ്തിട്ട് പൈപ്പ് ലൈനും സാധനങ്ങളും എല്ലാം ഇതിൻ്റെ അടിയിൽ കണക്ട് ചെയ്യും. ഈ കണക്ട് ചെയ്തതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന എണ്ണ, ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ പ്രോസസ്സ് കടലിൽ നിന്ന്, അതായത് കരയിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ വിട്ടിട്ട് ഓയിൽ പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും. ഓക്കെ. ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കമ്പ്യൂട്ടർ എല്ലാ ഫെസിലിറ്റി ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അതിലൂടെ നമ്മൾ ടെക്നിക്കലി ഈ സംഭവങ്ങൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും. ഓക്കെ. ഓക്കെ. ബട്ട് യു ക്യാൻ സേ ഇറ്റ്സ് നോട്ട് വിസിബിൾ. കണ്ടുകൊണ്ട് കാണാത്തൊരു സാധനം കമ്പ്യൂട്ടറിലൂടെ നോക്കി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണം. മനസ്സിലായി. ഓക്കെ. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു വളരെ ദീർഘകാലത്തെ ഒരു പ്രവർത്തന പരിചയം ഈ ഒരു മേഖലയിൽ. മാത്രമല്ല ഒരു വലിയ ടീമിനെ ഹെഡ് ചെയ്യുന്നു, പല രാജ്യങ്ങളിൽ ഉള്ള പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നു. ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അനുഭവങ്ങളുടെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോലി. ഞാൻ ചോദിക്കുന്നത്, അതിൽ നിന്ന് പെട്ടെന്ന് എങ്ങനെയാണ് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ള മേഖലയിലേക്ക് കടന്നു വന്നത്? ശരിക്കും പറഞ്ഞാൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കേരളത്തിൽ ആദ്യമൊക്കെ ഒരു ചെറിയ കൺഫ്യൂഷൻ സൃഷ്ടിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ തന്നെ ചർച്ച ചെയ്ത ഭാഗത്തിൽ പറയുന്നത് നമ്മുടെ ട്രംപ് ഉൾപ്പെടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ആൾക്കാരാണ്. എക്സാക്ട്ലി. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് തോന്നുന്നു ഭാവിയിലെ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എങ്ങനെ അതിലേക്ക് സ്വിച്ച് ഓവർ ആയി? നമ്മളിതിൽ നോക്കാനുള്ള 2-3 കാര്യങ്ങളിൽ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ദ ബിഗ്ഗസ്റ്റ് എക്കണോമി എവിടെയാണ് ഇപ്പോൾ?
ഇറ്റ്സ് ഇൻ അമേരിക്ക. അതെ അതെ, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലോകത്തെ പോലീസ് ആണ്. അവിടെ അറൗണ്ട് 40 to 60% ആൾക്കാർ മൾട്ടി ലെവൽ മാർക്കറ്റിൽ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ്, റിച്ച് ആണെന്നുള്ളതാണ് ഞാൻ അറിയപ്പെട്ടത്. അതെ. അതുകൂടാതെ ട്രംപാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. നമുക്ക് അതിൽ കൂടുതൽ വേറൊരു എക്സാമ്പിളിന് ആവശ്യമില്ല ലോകത്ത്. അമേരിക്കൻ പ്രസിഡന്റ് അയാൾ സ്വന്തം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി ഉണ്ടായിരുന്ന ആളായിരുന്നു. ആൻഡ് ബാക്കി നിങ്ങൾക്ക് എല്ലാം അറിയാം, ഒബാമ അയാളായിട്ടുള്ള ഡിസ്കഷൻസും പിന്നെ എങ്ങനെയാണ് അയാൾ പ്രസിഡന്റ് ആയതും. സോ അതിനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ലൈക്ക് എ ലയൺസ്. കാരണം അവർ ഏത് പ്രതിസന്ധിയിലും ഏത് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളും അവരൊരാളെ പറഞ്ഞ് മനസ്സിലാക്കി ഈ പറയുന്ന ആൾക്കാരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ചെയ്ത് എന്നിട്ടാണ് ഇവർ ബിസിനസ് ചെയ്യുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരാൾ ചെന്നിട്ട് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ ഒരു പുതിയ കമ്പനിയെ കുറിച്ചോ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഇവരവിടെ ചെന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി അതിനെ അവരുടെ ബ്രെയിനിലുള്ള ബ്ലോക്ക് റിമൂവ് ചെയ്ത്, സോ ദേ ആർ ഗ്രേറ്റ് പീപ്പിൾ. അവർ വളരെ സ്ട്രഗിൾ ചെയ്തിട്ട് എന്നാൽ വളരെ ടാലൻറ്റഡ് ആണ്, വളരെ മോട്ടിവേറ്റഡ് ആണ്, ഒരിക്കലും തളരാത്ത ആൾക്കാരാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ കടന്നു വരാണ്ടായ കാരണം ഐ സ്റ്റിൽ റിമെമ്പർ, ഐ ഡോണ്ട് റിമെമ്പർ ദ ഇയർ ആൻഡ് ഡേറ്റ്, ബട്ട് ഞാൻ ബ്രസീലിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഐ വാസ് വർക്കിംഗ് ഫോർ എ പെട്രോളിയം കമ്പനി കോൾഡ് പെട്രോബ്രാസ്. ബ്രസീലിയൻ ഗവൺമെൻറ് കമ്പനിയാണ്. ഓക്കെ. ആ കമ്പനിയുടെ വിക്ടോറിയ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിലെ പ്രൊഡക്ഷൻ ഹെഡായിട്ട് ഞാൻ ജോലി ചെയ്യായിരുന്നു. ഓക്കെ. സോ ഐ യൂസ് ടു ഫ്ലൈ മന്ത്ലി 2 times. ഒരു മാസം അവിടെ ജോലിയാണെങ്കിൽ ഒരു മാസം ഇവിടെ ലീവാണ് എനിക്ക്. അപ്പോൾ ഞാൻ എല്ലാ മാസവും ഫ്ലൈ ചെയ്യും. സോ ഫ്രം ദുബായ് ടു ബ്രസീൽ സാവോ പോളോ ഇറ്റ് ഈസ് അറൗണ്ട് 14 hours ഫ്ലൈറ്റ്. അപ്പോൾ ആ സമയത്താണ് ഞാനൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ, ലോകത്തെ ഏറ്റവും വലിയൊരു കമ്പനിയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ 14 മണിക്കൂറുള്ള സംസാരത്തിൽ മീൻസ് ഒരു 3-4 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് സംസാരിച്ചിട്ടുണ്ടാവും, ഇൻ ബിറ്റ്വീൻ ബ്രേക്കായിട്ട്. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ വരുന്നു പോണു അവിടെ ആരും ഒരാൾ, കാരണം അമേരിക്കയിലോ അല്ലെങ്കിൽ കാനഡയിലോ ഒക്കെ പറഞ്ഞാൽ ഞങ്ങളൊരു കമ്പനി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത്രയും വലിയ ലീഗൽ ഇഷ്യൂ അല്ലെങ്കിൽ അത്രയും വലിയ കമ്പനി ആയിട്ടുള്ള ഫൈറ്റോ ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ആ കമ്പനി വിടില്ല. ബിക്കോസ് കമ്പനി ലൈക്ക് എ ഗവൺമെൻറ് ഫേം. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയിലുള്ള ഒരുപാട് ആൾക്കാർ റിച്ച് ആവണതിൻ്റെ റീസൺ. കാരണം അവരൊരു കമ്പനിയിൽ നിന്ന് ആ കമ്പനി സ്റ്റിക്ക് ചെയ്ത് ആ കമ്പനിയുടെ പ്ലാനും കാര്യങ്ങളും ആ കമ്പനിയുടെ കൂടെ നിന്ന് ഗ്രോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെയാണ് എൻ്റെ ബ്രെയിനിൽ ഈ ഒരു ആശയം ഉണ്ടായത്. ചിലപ്പോൾ ചില വ്യക്തികൾ ചില നിമിത്തങ്ങളായിരിക്കും പുതിയൊരു ലൈഫ് സ്റ്റൈലിലേക്ക് ആയിരിക്കാം. പിന്നെ ഞാൻ ഇതിൽ കാണുന്ന ഒരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഈ വേർഡ് ഡിക്ഷണറിയിൽ വരാൻ കാരണം എന്താണ്? കാരണം മൾട്ടിപ്പിൾ ലെയറിൽ പ്രൊഡക്റ്റ് സെല്ലിങ്ങും മൾട്ടിപ്പിൾ ലെയറിൽ ഇൻകം കൊടുക്കുന്നതും ഉണ്ടാണല്ലോ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ള വേർഡ്. എങ്ങനെയാണ് കൃത്യമായി ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്? മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ലെയറുകളിലായി ബിസിനസ് നടക്കുമ്പോൾ ഒരു വ്യക്തിക്ക് അതിൻ്റെ ഒരു ചെറിയ കമ്മീഷൻ കിട്ടുക. ഓക്കെ. ഇതാണ് മൾട്ടിപ്പിൾ ലെയർ പറഞ്ഞാൽ ലെയർ 1, ലെയർ 2, ലെയർ 3, ലെയർ 4. ഇപ്പോൾ ഏത് ലെയറിലാണോ ബിസിനസ് നടക്കുന്നത്, ചിലപ്പോൾ അവസാനത്തെ ലെയറിൽ നടക്കുമ്പോൾ മുകളിലുള്ള ആൾക്ക് ചെറിയൊരു തുച്ഛമായ കമ്മീഷനെ കിട്ടും. പക്ഷേ അയാളുടെ തൊട്ട് താഴെയുള്ള ലെയറിൽ നടക്കുകയാണെങ്കിൽ അയാൾക്ക് അതിനുള്ള കൂടുതൽ കമ്മീഷൻ കിട്ടും. ഇങ്ങനെ സ്കീമുകളെയും പ്ലാനുകളെയും പറയുകയാണെന്നുണ്ടെങ്കിൽ പല ഡിഫറെൻറ്റ് ബ്രെയിൻസും പല ഡിഫറെൻറ്റ് പ്ലാൻസും ഉണ്ട് ഇൻ ദ വേൾഡ്. പക്ഷേ എൻ്റെ ഒരു കൺസെപ്റ്റിൽ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേർഡാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. മൾട്ടിപ്പിൾ ലെയറിൽ ഇൻകം, മൾട്ടിപ്പിൾ ലെയറിൽ പ്രൊഡക്റ്റ് സെല്ലിംഗ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ആൻഡ് ഇറ്റ് ഈസ് ആക്സെപ്റ്റഡ് ബൈ അമേരിക്കയിലും കാനഡയിലും ഒക്കെ ലീഗലൈസ്ഡ് ബിസിനസ്സാണ്. അത് മാത്രമല്ല, ഞാൻ ഈ കമ്പനിയെക്കുറിച്ച് ഈ ഒരു ആശയത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് 4-5 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങുന്നത്. ഞാൻ ഇതിലേക്ക് ഇറങ്ങാനുണ്ടായ പ്രധാന കാരണം കേരള ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. പിന്നെ കേരള ഫിനാൻസ് ബില്ല് എന്ന് പറഞ്ഞാൽ അതിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ ടാക്സ് അടച്ച് പ്രവർത്തിക്കാമെന്നുള്ളൊരു ഉത്തരവുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഡയറക്റ്റ് സെല്ലിങ്ങിനെ കുറിച്ച് വളരെ വ്യക്തമായി പഠിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പുതിയ ഗൈഡ് ലൈൻ വന്നിട്ട് 5-6 മാസമായിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കേരള ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഈ ലോകത്തെ ഇത്രയും രാഷ്ട്രങ്ങളും ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു സിസ്റ്റത്തെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സംതിങ് ഈസ് ദർ. തീർച്ചയായും. അല്ലാതെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യില്ല. ഒരു ചോദ്യം താങ്കളുടെ സുഹൃത്ത് വിമാനത്തിലിരുന്ന് ചോദിച്ചൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഇന്ത്യയിൽ പല മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റം വരുന്നു, പരാജയപ്പെടുന്നു, പോകുന്നു, വീണ്ടും തിരിച്ചു വരുന്നു, ഇങ്ങനെ ഒരു സിസ്റ്റം ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇന്ത്യയിൽ എന്തുകൊണ്ട് സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഇതിൻ്റെ നിയമം ഒരു കറക്റ്റായിട്ടുള്ളൊരു നിയമം, അതായത് ഇതാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യാൻ പാടും, അങ്ങനെയില്ല. ഇങ്ങനെയൊക്കെ ചെയ്യാം. You can do like this. You can do in this way.
യു ഷുഡ് നോട്ട് ഡു ദിസ്, ഇങ്ങനെയൊക്കെ ഉള്ളൊരിതല്ലാതെ ദിസ് ഈസ് വാട്ട് യു ആർ സപ്പോസ് ടു ഡു, യു ആർ നോട്ട് സപ്പോസ് ടു ഡു എനിത്തിങ് എൽസ് വിത്തിൻ ദിസ് ഫ്രെയിം. ഓക്കെ, റൈറ്റ്. ഇഫ് വിത്തിൻ ദ ഫ്രെയിം യു ക്യാൻ ഡു എനിത്തിങ്, ഔട്ട് ഓഫ് ദിസ് ഫ്രെയിം യു കാൻ ഡു എനിത്തിങ്. അങ്ങനത്തെ ഒരു ലോ അല്ലെങ്കിൽ ഒരു റൂൾ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇത് 100% ഈ പറഞ്ഞ മാതിരി എല്ലാ ആളുകളും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എംപ്ലോയീസിന് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കമ്പനിയോട് കമ്മിറ്റ്മെൻ്റായി. പിന്നെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ എല്ലാ ട്രേഡ് യൂണിയനും അംഗീകരിച്ചു കഴിഞ്ഞു. ആദ്യഘട്ടങ്ങളിൽ അതില്ല. ഇന്നിപ്പോൾ മൾട്ടി ലെവലിന് പ്രത്യേകം രാഷ്ട്രീയ സംഘടനകളുണ്ട്. ഇതിന് രാഷ്ട്രീയ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന പല വ്യക്തികളും ഇതിനെക്കുറിച്ച് പഠിച്ച് അവർ ഇത് ലോകത്ത് മുഴുക്കുള്ള ഒരു തൊഴിലാണെന്നും ഇന്ത്യയിൽ അടുത്ത് നെക്സ്റ്റ് ജനറേഷൻ വരാൻ പോണ ഒരു തൊഴിലാണെന്നും അവർ മനസ്സിലാക്കിയതുകൊണ്ട് അതിൽ ആയിരക്കണക്കിന് തൊഴിലാളികളും തൊഴിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഗവൺമെൻറ് ടാക്സ് അടച്ചിട്ട് മൾട്ടി ലെവൽ കമ്പനികൾക്ക് പ്രവർത്തിക്കാനുള്ള ലൈസൻസ് കൊടുത്തത്. തീർച്ചയായിട്ടും ഈ ആശയം മനസ്സിലേക്ക് വന്നു. അതിനുശേഷം 4 വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത്. അതെ. പക്ഷേ അപ്പോൾ ആ ഒരു സമയത്ത് ആ ഫസ്റ്റ് ലെവലിൽ നമ്മൾ നേരിട്ട ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത്? അതെ. സോ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചലഞ്ചസ് മൈറ്റ് ബി സീറോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ യു ഗ്രോ യു വിൽ ഹാവ് പ്രോബ്ലംസ്. ഓക്കെ. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നിറയെ മാങ്ങ കാക്കുന്ന ഒരു മരം വരുമ്പോഴാണല്ലോ അതിൽ എറിയുക. കറക്റ്റ്. അതല്ലെങ്കിൽ ആ മരം അവിടെ ഉണ്ട് എന്നുള്ളത് ആരും ശ്രദ്ധിക്കും കൂടിയില്ല. ദാറ്റ് ഈസ് എ പ്രോബ്ലം. പക്ഷെ അതൊരു പ്രോബ്ലം അല്ല, ഇറ്റ്സ് എ ചലഞ്ച്. പ്രോബ്ലം എന്ന് പറയുന്നത് ഒന്നുമില്ലല്ലോ, എവറിത്തിങ് ഈസ് ചലഞ്ച്. അതിന് നമ്മൾ എങ്ങനെ അത് എടുക്കണു അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് ചെയ്യണു. ഞാൻ ചെയ്യണ ബിസിനസ്സിൽ ഒരു സംഭവമുണ്ട്, നാച്ചുറൽ എത്തിക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എല്ലാ നിയമവ്യവസ്ഥയും അല്ലെങ്കിൽ എല്ലാ ഇതിലും അപ്പുറത്ത് നാച്ചുറൽ ആയിട്ടുള്ളൊരു എത്തിക്സ് ഉണ്ട്. അതായത് കൊടുക്കുന്ന പ്രൊഡക്റ്റ് നന്നായിരിക്കണം, കസ്റ്റമർക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് വാങ്ങി തിരിച്ച് അവരുടെ പൈസ കൊടുക്കണം. തീർച്ചയായിട്ടും. എൻ്റെ കസ്റ്റമർ ഒരാൾ കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങി, സപ്പോസ് ഹീസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ബിക്കം എ ഡിസ്ട്രിബ്യൂട്ടർ, അയാൾ ഒരു റീസെല്ലറോ അല്ലെങ്കിൽ വീണ്ടും പ്രൊഡക്റ്റ് വാങ്ങാനോ ഇഷ്ടപ്പെടുന്നില്ല. ആ കസ്റ്റമർക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ അതേ വിലയ്ക്കുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം ഇവിടെയും കൊടുക്കുന്നത്. ഓക്കെ. സോ ഇറ്റ് ഈസ് ലീഗൽ ആണ്. തീർച്ചയായിട്ടും. കാരണം ഇതിലെന്താ വരിക, പല മാർക്കറ്റിംഗ് കമ്പനികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൺ പ്രൊഡക്റ്റിൻ്റെ MRP നിശ്ചയിക്കുന്നത് ആരാണ്? ഓൺ പീപ്പിൾ. അതെ. അപ്പോൾ 100 രൂപയുടെ സാധനം 2000 രൂപയ്ക്കും 500 രൂപയ്ക്കും കൊടുത്തിട്ടാണ് ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നത്. സോ ആ ഒരു പ്രോബ്ലത്തെ മാറ്റിക്കൊണ്ട് ജനങ്ങൾക്ക് 100% എവിടെ ചെന്നാലും ഒരു പ്രശ്നവും വരാതെ ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ ആ പ്രൊഡക്റ്റ് മാർക്കറ്റിലും അവൈലബിൾ ആണ്. അതേ പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനിയിലൂടെ വിൽക്കുമ്പോൾ, എൻ്റെ കമ്പനി സ്മാർട്ട് വേയിലൂടെ വിൽക്കുമ്പോൾ ആ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ വില അവിടെ എത്രയാണ്, ഇവിടെ എത്രയാണ്, സെയിം ആണ്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു കമ്മീഷനാണ് ഞാൻ ജനങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിനകത്ത് വേറൊരു കമ്പനിയുടെ ഇൻവോൾവ്മെന്റ് ഇല്ല. ഡയറക്റ്റ് ആയിട്ട് ഒരാളിനെ കടയിൽ പർച്ചേസ് ചെയ്യുന്ന അതേ വിലയ്ക്ക് നമ്മൾ കൊടുക്കുന്നു. അത് പക്ഷേ കുറച്ചുകൂടെ വേറൊരു ചാനൽ നമ്മൾ ചെയ്യും. എക്സാക്ട്ലി. ശരി. സ്മാർട്ട് വേ ഷോപ്പിയുടെ ആക്ടിവിറ്റീസ് ഇപ്പൊ എങ്ങനെയാണ് നടക്കുന്നത്? എന്തൊക്കെ പ്രോഡക്ട്സ് ആണ്? ഇത് രണ്ടാണ്. സ്മാർട്ട് വേ എന്ന് പറഞ്ഞാൽ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൂടെ ഉപജീവന മാർഗം കഴിയുന്ന ഒരു കൂട്ടം ആളുകൾക്ക് വീണ്ടും ഇപ്പോൾ സ്മാർട്ട് വേ എന്ന് പറഞ്ഞാൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ എനിക്ക് വന്നിട്ട് 35-36 പ്രൊഡക്റ്റ് ഉണ്ട്. ഓക്കെ. നേരെ മറിച്ച് സ്മാർട്ട് ഷോപ്പി എന്ന് പറയുന്നത് ഈ കസ്റ്റമർക്ക് എന്ത് പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിലും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ ഇപ്പോൾ 4000 പ്രൊഡക്റ്റായി. ഏകദേശം 3 മാസം കൊണ്ട് 4000 പ്രൊഡക്റ്റുള്ള ഒരു ഓൺലൈൻ ഷോപ്പാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരും കാലങ്ങളിൽ അതിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ വരും. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പർച്ചേസ് ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റെ പെർഫോമൻസ് ബോണസ് കൊടുക്കും. ഇതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ. എന്ന് വെച്ചാൽ ആ കമ്പനി ഗ്രോ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരുപാട് പേർ അതിന്റെ ഉപഭോക്താക്കളായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് പേർ അതുകൊണ്ട് ഗുണം അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സ്മാർട്ട് ഷോപ്പി എന്നുള്ള കോൺസെപ്റ്റ് അല്ലാതെ തന്നെ മറ്റു ചില ബിസിനസ്സുകൾ കൂടി ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ട്രാവലിംഗ് അല്ലെങ്കിൽ ടൂറിസം മേഖലയിൽ. ബേസിക്കലി ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു ട്രാവൽ ഇൻഡസ്ട്രിയാണ്. എനിക്ക് ഏകദേശം ഒരു 8-9 വലിയ ലക്ഷറി ബസ്സും 8-10 കാറും വണ്ടികളും അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ എൻ്റെ അച്ഛൻ്റെ മരണശേഷമാണ് പിന്നെ അത് നോക്കാൻ ആളില്ല. എൻ്റെ ബ്രദറും ഞാനും മാത്രമേ ഉള്ളൂ, ഞങ്ങൾ 2 ആളാണ്. ഓക്കെ. പിന്നെയാണ് ഞങ്ങൾ പല ഡിഫറെൻറ്റ് ഫീൽഡിലേക്ക് മാറുന്നത്. ഞങ്ങൾക്ക് ടെക്നോ സ്മാർട്ട് ഇൻഫ്രാടെക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി ഉണ്ട്. ബിൽഡിങ് ലാൻഡൊക്കെ ഉള്ള അതിലുണ്ട്. അതുകൂടാതെ ഇപ്പോൾ സ്മാർട്ട് വേ ഉണ്ട്, പിന്നെ സ്മാർട്ട് വേ സൂപ്പർ സ്റ്റോർ, സ്മാർട്ട് ഷോപ്പി ഉണ്ട്. ആൻഡ് അവർ SW വാലറ്റ് വിച്ച് ഈസ് അബൌട്ട് ടു ലോഞ്ച്, ഓഗസ്റ്റിൽ നമ്മൾ ലോഞ്ച് ചെയ്യും. വിച്ച് ഈസ് സിമിലർ ടു എ ക്യാഷ് വാലറ്റ്. നിങ്ങൾക്ക് അതിലേക്ക് ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് അതിലേക്ക് ക്യാഷ് ഇടാം. ആ ക്യാഷ് നിങ്ങൾക്ക് ആരൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ വാലറ്റ് ആരൊക്കെ കയ്യിലുണ്ടോ അവരുടെയൊക്കെ കയ്യിലേക്ക് നിങ്ങൾക്ക് അന്ന് ട്രാൻസ്ഫർ ചെയ്യാം. ബസ് ടിക്കറ്റ്, ഫ്ലൈറ്റ്,
ഹോട്ടൽ ബിൽസ്, അങ്ങനെ എല്ലാ ഒരു സർവീസ് ഓറിയന്റഡ് ഒരു പക്ഷേ അത് വാലറ്റ്. ബാങ്കുകൾ ചെയ്യുന്നില്ല ഇപ്പോഴത്. വാലറ്റ് വരുമ്പോൾ എന്താണ് അതിനകത്തൊരു സ്പെഷ്യാലിറ്റി? സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അതായത് സ്മാർട്ട് വേയിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് മാക്സിമം ഡിസ്കൗണ്ട് കൊടുത്തിട്ട് അവരെ സർവീസ് ഇൻഡസ്ട്രിയിൽ അവർ SW വാലറ്റിലൂടെ അവർക്ക് ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളത്. മനസ്സിലായി. സോ SW വാലറ്റിലൂടെ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു പർച്ചേസിങ് നടത്തുമ്പോൾ, ഒരു സാധനം മേടിക്കുമ്പോൾ ശരിക്കും മാക്സിമം ഡിസ്കൗണ്ട് നമുക്ക് അതിനകത്ത് മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കണം. പിന്നെ അതിൻ്റെ സ്കീംസ് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കണല്ലോ. കാരണം ആശയമായി, കമ്പനിയായി, വെബ്സൈറ്റായി, സോഫ്റ്റ്വെയർ ഈസ് ഐ തിങ്ക് അറൌണ്ട് 70% ഈസ് കംപ്ലീറ്റഡ്. പിന്നെ അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളും പിന്നെ പ്രൊമോഷൻസും അതിൻ്റെ മാർക്കറ്റിംഗ് അതെല്ലാം അനലൈസ് ചെയ്യാനുള്ള ഒരു വിങ് ഉണ്ട്. സോ അവരതെല്ലാം അനലൈസ് ചെയ്തിട്ട് ഇതിന് ബെസ്റ്റ് പ്രൊമോഷൻ മെത്തേഡിൽ, ബിക്കോസ് ഇറ്റ്സ് എ ബിസിനസ് എനി ഹൗ, സോ യു ഹവ് ടു കോമ്പീറ്റ്. അപ്പോൾ മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് എന്ത് കൊടുക്കണോ അതിലും വെച്ചിട്ട് ₹1 കമ്മി കൊടുത്താൽ മാത്രമേ എൻ്റെ ബിസിനസ്സിൽ ആൾ വരുള്ളൂ. തീർച്ചയായിട്ടും. ശരിയല്ലേ? മനസ്സിലായി. ഇതിലാണ് ഈ സ്മാർട്ട് ഷോപ്പിയുടെ കേസിൽ നമ്മളൊരു റീഫണ്ടിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ. സ്മാർട്ട് വേയുടെ കാര്യത്തിലാണ് പറഞ്ഞത്. റീഫണ്ട് സ്മാർട്ട് വേയുടെ കാര്യത്തിൽ ശരിക്കും ആ റീഫണ്ടിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്തുകൊണ്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും? സാധാരണ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും ഒരു റീഫണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ആദ്യമേ കട്ട് ചെയ്യാനാണ് ശ്രമിക്കാറ്. അല്ല, എൻ്റെ കൺസെപ്റ്റിൽ ഇത്രയേ ഉള്ളൂ. എനിക്ക് വേറൊരാളുടെ ₹1 എനിക്ക് വേണ്ട. ഓക്കെ, വേറൊരാൾ സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരു പ്രൊഡക്റ്റും എൻ്റെ പ്രൊഡക്റ്റ് അയാൾ ഉപയോഗിക്കും വേണ്ട. മനസ്സിലായി. ഏത് മനുഷ്യനും അയാളുടേതായിട്ടുള്ള ഒരു നാച്ചുറൽ എത്തിക്സ് ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങി 30 ദിവസം അവരത് ഉപയോഗിച്ച് നോക്കി, അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. 30ാമത്തെ ദിവസം അവർ പറയും ഇഷ്ടപ്പെട്ടില്ല. വെൽ ആൻഡ് ഗുഡ്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് ഞാൻ എന്തിന് എൻ്റെ പ്രൊഡക്റ്റ് നിർബന്ധിച്ച് കൊടുക്കണം? ഒന്ന്. രണ്ട്, അതാണ് നമ്മുടെ ഗൈഡ് ലൈൻ ആണെങ്കിലും ഇൻ്റർനാഷണൽ ലോ ആണെങ്കിലും പല ഇതിലും പറയണത്. പല കമ്പനികളും നോട്ട് ഇൻ്റർനാഷണൽ ലോ, ഇൻ്റർനാഷണലി പല കമ്പനികളും ചെയ്യണ, ഈ അമേരിക്കയിലാണെങ്കിലും ബ്രിട്ടനിലാണെങ്കിലും ഒക്കെ എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നതല്ലേ അതിൻ്റെ ഏറ്റവും കറക്റ്റായ ഭംഗി. അതല്ലാതെ എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ റീഫണ്ട് തരില്ല, ഉപയോഗിച്ചു, അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ബിക്കോസ് ഞാനൊരു കമ്പനി നടത്തുന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ഞാനും ഒരു കസ്റ്റമറാണല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ വേറൊരു കടയിൽ ചെന്ന് ഞാനൊരു ഷർട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഞാനൊരു കസ്റ്റമറാണ്. അപ്പോൾ കസ്റ്റമറുടെ റൈറ്റും എനിക്കറിയണം, മാനേജ്മെൻറ്റിൻ്റെ റൈറ്റ്സും എനിക്കറിയണം. അല്ലാതെ എനിക്ക് മാത്രം കുറച്ച് പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മറ്റുള്ളവർ ബുദ്ധിമുട്ടിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. മീൻസ് സ്പെഷ്യലി എ പേഴ്സൺ ലൈക്ക് മീ, 20 കൊല്ലം ഓയിൽ ഫീൽഡിലും ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും സഞ്ചരിച്ചിട്ടുള്ള ഒരാൾക്ക് അങ്ങനത്തെ ഒരു രീതിയിൽ പൈസ ഉണ്ടാക്കേണ്ട ഒരാവശ്യമില്ല. ഈ 4 വർഷം കഴിഞ്ഞ് ഈ ആശയം മനസ്സിൽ വെച്ചിരുന്നു. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ് അത് ഗ്രോ ചെയ്തത്? അതിനെ തുടക്കമിട്ടത് ആക്ച്വലി ഞാനും എൻ്റെ ഒരു പാർട്ട്ണർ മിസ്റ്റർ സൂരജ് നായരുണ്ട്. സൂരജ് ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ ഡൽഹി. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ പരിചയപ്പെടുന്നത് വെസ്റ്റ് ആഫ്രിക്കയിൽ ഗബോൺ എന്ന് പറഞ്ഞൊരു കൺട്രിയിൽ. സൂരജ് അവിടെ ഒരു റേഡിയോ സ്റ്റേഷൻ്റെ പ്രൊജക്റ്റിന് പോകുമായിരുന്നു. ഞാൻ അവിടെ ഒരു 250 crore rupees ഒരു ഡീസൽ ടാങ്ക് ഫാം എൻ്റെ കൺസൾട്ടൻ്റായി ഞാൻ പോകുമായിരുന്നു. സോ അതിൻ്റെ ഫ്രണ്ട് എൻഡ് എഞ്ചിനീയറിങ്ങും അതിൻ്റെ എല്ലാ സംഭവങ്ങളും പഠിച്ച് ആ ഗവൺമെൻറ്റിന് അത് കൊടുത്ത് നമ്മൾ പ്രൊജക്റ്റ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എൻ്റെ ടാസ്ക്. അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത്. അത് ഞങ്ങൾ കാണുന്നത് ഏകദേശം 2010 ആ സമയങ്ങളിലാണ്. 2010-2009 എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. ആ ഒരു സുഹൃത്ത് ബന്ധം ഞങ്ങൾ ഈ 2015 വരെയും ഞങ്ങൾ ഡെയിലി സംസാരിക്കുമായിരുന്നു. ബിക്കോസ് സിമിലർ വേവ് ലെങ്ത്, ടെക്നിക്കൽ ആൾക്കാർ. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുക സാധാരണ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ചിന്താഗതിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെയല്ല, അത് അങ്ങനെ ആയാൽ എങ്ങനെ ഉണ്ടാവും. അതായത് നോർമൽ ഒരു ചിന്തയിലും വെച്ചിട്ട് കുറച്ച് പോസിബിളൊക്കെ ആയിരിക്കും, പക്ഷെ അങ്ങനെ ആരും ചിലപ്പോൾ ചിന്തിച്ചിട്ടും കൂടി ഉണ്ടാവില്ല. അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച്, അങ്ങനത്തെ പ്രൊജക്റ്റുകളെക്കുറിച്ചാണ് ഞങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്യാറ്. അങ്ങനെയാണ് ഞങ്ങൾക്കൊരു ആശയം. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ മൈൻഡിലുള്ള ഈ മൾട്ടി ലെവൽ ഒരു സംഭവം കിടക്കുന്നുണ്ട്, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ സാധനം കിടക്കുന്നുണ്ട്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഒരു സത്യമുണ്ട്. അതിനെ എങ്ങനെയെങ്കിലും ഞാൻ മുഖാന്തരം അത് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു കമ്പനി തുടങ്ങി ജനങ്ങൾക്കും ഉപകാരമാവും. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഇനി വേൾഡിൽ പല രാജ്യങ്ങളിലും പോകാതെ ഇന്ത്യയിൽ തന്നെ നിന്നിട്ട് ബിസിനസ്സും ചെയ്യാമെന്നുള്ളൊരു ആശയം എൻ്റെ മനസ്സിലുണ്ടല്ലോ. മനസ്സിലാതെ ഇതിൻ്റെ ഇടയിൽ ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഞങ്ങളുടെ മൈൻഡിൽ വന്ന ഒരാശയമാണ്, നമ്മൾ ഒരു ഷോപ്പ് തുടങ്ങി കസ്റ്റമറെ വിളിക്കണേലും നല്ലത് കസ്റ്റമറെ കണ്ടെത്തിയതിനു ശേഷം ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ എന്തുണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളുടെ പോയിന്റ്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഒരു ഓൺലൈൻ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ഇതുപോലുള്ള സ്കീമും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക എന്നുള്ള പ്രോജക്റ്റിൻ്റെ ബാക്കിലായിരുന്നു ഞങ്ങൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ 8 മാസത്തെ സ്റ്റഡീസിന് ശേഷമാണ് ഞങ്ങൾ നേരെ ഇതിനെ മറിച്ചത്. വി ഹാവ് ടു തിങ്ക് റിവേഴ്സ്. ഒരു ഷോപ്പ് എങ്ങനെയാണ് സക്സസ് ആവുന്നത്? കസ്റ്റമർ വരുമ്പോൾ. അപ്പോൾ കസ്റ്റമർ ഓൾറെഡി ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഷോപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾറെഡി സക്സസ്. അപ്പോൾ സക്സസ്സിന് വേണ്ടി വി ഡോണ്ട് നീഡ് ടു ടേക്ക് എനി എക്സ്ട്രാ എഫേർട്ട് ഫോർ ബിക്കമിങ് സക്സസ്. അതാണ്
അതിൻ്റെ ബേസ് സംഭവം ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ കേരളത്തിൽ ഈ പുതിയ പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എല്ലാവരും ആദ്യം ഒരു മുഖം തിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഈ നമ്മുടെ ആശയം കൊണ്ടുവന്നപ്പോൾ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ തലത്തിലും അല്ലെങ്കിൽ സമൂഹത്തിനിടയിൽ നിന്നും വന്ന പ്രതികരണങ്ങൾ എങ്ങനെ നമ്മളത് ചലഞ്ചായിട്ട്? അല്ല, ഇതിലെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി, ഇപ്പം ഞാനൊരു പ്രൊജക്റ്റായിട്ട് വരുമ്പോൾ ഈ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാവരും അന്വേഷിക്കുമല്ലോ. ഓക്കെ, ഇപ്പോൾ രാഷ്ട്രീയത്തിലാണെങ്കിലും അല്ലെങ്കിൽ സമൂഹത്തിലാണെങ്കിലും എല്ലാവർക്കും അറിയാം ഹൂ ഇസ് ദിസ് അശോക്. അതെ, അത് ഓട്ടോമാറ്റിക്കലി സ്പ്രെഡ് ആവുമല്ലോ ഞാൻ എന്തായിരുന്നു. അപ്പോൾ എൻ്റെ ബാക്കിൽ എല്ലാം ക്ലീൻ ഇമേജ് മാത്രമാണ്. തീർച്ചയായിട്ടും. അതായത് ഞാനിവിടെ ഒന്നാമത് ഞാൻ സ്ഥലത്തില്ല, ഫുൾ ടൈം ഞാൻ ജോബും എൻ്റെ ഫാമിലിയും കാര്യങ്ങളായി പോകണം. രണ്ട്, ഞാനൊരു കേസിലോ അല്ലെങ്കിൽ ഞാനൊരു ഫൈറ്റിനോ ഒന്നിനും പോകാത്തൊരു വ്യക്തിയാണ്. പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ സഹായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. തീർച്ചയായിട്ടും. അല്ലാതെ അതിൽ കൂടുതൽ എന്നെക്കുറിച്ച് വേറൊന്നും പറയാല്ലേ ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടുമ്പോൾ അതങ്ങോട്ട് സ്പ്രെഡ് ആവുമല്ലോ. എല്ലാവർക്കും അറിയാം ഇയാൾ കുഴപ്പമില്ല കേട്ടോ, ഇയാൾ ഇങ്ങനത്തെ വ്യക്തിയാണ്. പിന്നെ പൈസ എന്ന് പറഞ്ഞൊരു സംഭവം, ഞാൻ 20 കൊല്ലമായില്ലേ ഓയിൽ ഫീൽഡിൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഓയിൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. തീർച്ചയായിട്ടും. പിന്നെ വീണ്ടും ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഈ പ്രവൃത്തി എന്നുള്ളത് വളരെ ക്ലിയറാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിൻ്റെ പ്രതിഫലം മാത്രമാണ് പൈസ. അല്ലാതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു പരിപാടിയല്ല ഇത് ചെയ്യുന്നത്. കാരണം ഞാൻ ഏകദേശം 60-62% 100 രൂപയുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ 60-62 രൂപ അതാണല്ലോ അതിൻ്റെ ലാഭം. അത്രയും സാധനം ഞാൻ ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. മനസ്സിലായി. വെറും 5-6% മാത്രമേ ഞാൻ പോക്കറ്റിൽ വെക്കുന്നുള്ളൂ. മനസ്സിലായി. ബാക്കി കംപ്ലീറ്റ് ഞാൻ ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അടുത്ത ചോദിക്കാൻ വരുന്ന ചോദ്യം, സ്മാർട്ട് വേർഡ് ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ 1500 ആളുണ്ടല്ലോ, എന്താണ് ഇതിൻ്റെ ബാക്കിൽ നിന്നാണ് നിങ്ങളുടെ അടുത്ത ചോദ്യം. അതിനുള്ള ആൻസർ ഞാൻ പറഞ്ഞുതരാം. ഒരു ഡോക്ടർ നല്ലതാണെങ്കിൽ അവിടെ തിരക്ക് കൂടില്ലേ? തീർച്ചയായിട്ടും. ശരിയല്ലേ? ഒരു ഡോക്ടർ അത്ര ക്വാളിറ്റി ഇല്ലാതെ ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ആരും പോവില്ലല്ലോ. സെയിം തിങ് ഇവിടെ വരുമ്പോൾ ജനങ്ങൾക്ക് എന്നോടൊരു വിശ്വാസമുണ്ട്. ഞാൻ ചെയ്യുന്ന സിസ്റ്റം, എൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കൂലി ഇന്ന് എന്നുള്ളൊരു സിസ്റ്റത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം 3 ദിവസത്തെ സെയിൽസിൻ്റെ ബോണസ് 3-ാമത്തെ ദിവസം ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് 10 ദിവസം കഴിഞ്ഞ് ഇത്രയും ഫണ്ട് എൻ്റെ കയ്യിൽ വെച്ച് റൊട്ടേറ്റ് ചെയ്യാന്നുള്ളൊരു തിങ്കിങ് മെൻറ്റാലിറ്റി എൻ്റെ അടുത്തില്ല. വളരെ ഫാസ്റ്റായിട്ട് തന്നെ അവർക്ക് ആ റിട്ടേൺസ് കിട്ടിക്കൊണ്ടിരിക്കും. സ്പീഡ്. സ്പീഡാണല്ലോ ലൈഫ്. ലൈഫിൽ സമയവുമില്ല. രണ്ടാമത്തെ കാര്യത്തിൽ എന്താണ് ഒരു വിഷൻ? നമുക്ക് ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു? എന്തായിരിക്കും അടുത്തൊരു 10 years കഴിയുമ്പോഴത്തേക്കും ഇത് ഏത് വിഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആവും. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റുകൾ കൊണ്ടുവരും ടു മേക്ക് ഈസി ഫോർ ദെയർ മാർക്കറ്റിംഗ്. മാക്സിമം റിട്ടേൺസ് ജനങ്ങൾക്ക് കൊടുക്കും. ഇതിൻ്റെ കൂടെ തന്നെ പേഴ്സണലി ഞാൻ നന്നായി ചാരിറ്റി ചെയ്യുന്ന ആളാണ്. ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ എൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കാണിച്ചു കൊടുക്കണത് അതാ. കാരണം 1, 2 അല്ലെങ്കിൽ 10, 25 ആളുകൾ ബില്യൺസ് ഓഫ് ഡോളർ കയ്യിൽ വെച്ചിരിക്കണതിൽ നല്ലത് അതൊരു മില്യനാക്കി മാറ്റി ബാക്കി വരുന്ന പൈസ എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ലോകത്ത് പോവർട്ടി എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. കാരണം നമ്മളൊന്നും ഇത്ര കഴിവും മിടുക്കനായതുകൊണ്ടൊന്നുമല്ല നമ്മളൊന്നും ഇങ്ങനത്തെ ജോലിയൊന്നും കിട്ടിയത്. ഒക്കെ സർവേശ്വരൻ്റെ ഒരു കഴിവാണ്. തീർച്ചയായും. അല്ലാതെ നമുക്ക് അഹങ്കരിക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. 2 കൈയും 2 കാലും മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഒരു വിചാരത്തിൽ നമ്മൾ ഇതിനൊക്കെ നേടിപ്പിടിച്ചത് പിന്നെ എൻ്റെ കഴിവാണ് അല്ലെങ്കിൽ ഞാൻ പഠിച്ചതുകൊണ്ടാണ്. ഇറ്റ്സ് എ മിസ്കൺസെപ്ഷൻ. തീർച്ചയായും. ഒരുപാട് പേര് ഉണ്ടല്ലോ ബുദ്ധിയുള്ള. ഞാൻ പറഞ്ഞ എഞ്ചിനീയർ ആയി ഇറങ്ങുന്നത് ഓരോ വർഷവും എത്ര ആൾക്കാരാണ് എഞ്ചിനീയേഴ്സ്. അതിൽ കാര്യമില്ല. എത്ര ഡോക്ടേഴ്സ്. അപ്പോൾ നമുക്ക് ദൈവം എന്തൊക്കെയോ ഒരു ശക്തി തന്നു, അല്ലെങ്കിൽ ഒരു സർവേശ്വരൻ അല്ല, ഒരു ലൈഫിന്റെ ഒരു നിയോഗമാണ്. നിയോഗം. അതിന് നമ്മൾ ഒരിക്കലും മിസ്യൂസ് ചെയ്യാതെ നമ്മൾ ചെയ്യണത്. പിന്നെ ഒരാൾ എന്നോട് പോയിന്റ് ഔട്ട് ചെയ്യാണ് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല പറഞ്ഞാൽ ഞാൻ അപ്പോൾ അതിരുന്ന് റിവ്യൂ ചെയ്യും. ബിക്കോസ് ഞാനൊരു നോർമൽ ഹ്യൂമൻ ബീയിങ് ആണ്. നമ്മൾ ചെയ്യുന്നത് 100% ശരിയായിക്കൊള്ളുന്ന ഒരു ഇതുമില്ല ലോകത്ത്. അപ്പോൾ അത് അനലൈസ് ചെയ്യും. ഇഫ് ഇറ്റ് ഇസ് എ റിയൽ മിസ്റ്റേക്ക് വി വിൽ ഡിസ്കസ്. നമ്മളത് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ നിയമപരമായി എന്തെല്ലാം പരിരക്ഷകളുണ്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന് ഇന്ത്യൻ അറ്റ്മോസ്ഫിയറിൽ? ഗവൺമെൻറ് ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് ഗൈഡ് ലൈൻ ഇറക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യാം. ആ പറഞ്ഞ പോയിന്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, ആ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് 100% അതിൽ പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ 3 കൊല്ലമായി, ഏകദേശം 2-2.25 കൊല്ലമായി കേരളത്തിൽ വളരെ ശക്തിയായി ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അത് മാത്രമല്ല, ചുരുങ്ങിയത് ഇന്ന് ട്രേഡ് യൂണിയനിൽ തന്നെ ഒരു 6000-7000 തൊഴിലാളികൾ സ്മാർട്ട് വേഡ് തന്നെ ഉണ്ട് പല യൂണിയനുകളിലായിട്ട്. യൂണിയനുകളെല്ലാം ലീഗലായി ചെയ്യുന്ന ബിസിനസ്സിന് സപ്പോർട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാ യൂണിയനുകളായിട്ടും ഞാൻ ചെയ്യുന്ന
പ്ലാനും ഞാൻ ചെയ്യുന്ന പ്രോസസ്സും നമ്മുടെ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓക്കെ. എന്നിട്ട് ഞാൻ പറയാറുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഭവം വളരെ ഭംഗിയായിട്ട് കൊല്ലങ്ങളോളം കൊണ്ട് നടന്ന് ഇവിടെയുള്ള എല്ലാ ആൾക്കാരും, ഇന്ന് എൻ്റെ കൂടെ ഒരു 20 വയസ്സായ ഒരു കുട്ടി ഈ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുണ്ടെങ്കിൽ അയാൾ റിട്ടയർഡ് ആവുന്നത് ഈ കമ്പനിയിലൂടെ ആയിരിക്കണം എന്നുള്ളൊരു ആശയം വെച്ചിട്ടാണ് ഞാൻ ഇത് കൊണ്ടുപോകുന്നത്. ഓക്കെ. ഇപ്പം നമുക്ക് മുന്നിൽ എത്ര പേരുണ്ട് ഗുണഭോക്താക്കളായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ കമ്പനിയുടെ തണലിൽ എത്ര ആൾക്കാർ ഇത് ചെയ്യുന്നു? ചുരുങ്ങിയതൊരു 6000-7000 ആളുകൾ പെർമനൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തന്നെ ഉണ്ട്. ആ, അതിൽ 10,000-3000 ആൾക്കാർക്ക് ഈ ആഴ്ചയിൽ ഇൻകം കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ 2.5 കൊല്ലം കൊണ്ട് 3000 ആൾക്ക് ജീവിതം കൊടുക്കാൻ പറ്റിയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഞാനതിൽ ഭയങ്കര ഭാഗ്യമായിട്ട് ആലോചിക്കുന്നത്. എൻ്റെ കഴിവല്ല, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തീർച്ചയായിട്ടും എന്തോ ഒരു കഴിവ്, ദൈവത്തിൻ്റെ കഴിവോ